ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. എന്തിനാണ് കുർബാന അർപ്പണം, എങ്ങനെയാണ് കുർബാന അനുഭവമാകുക എന്നതിനെ സംബന്ധിച്ച് ഒരു വീക്ഷണം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂട്ടിലടയ്ക്കപ്പെട്ടൊരു കിളി കൂട് തുറന്ന് അനന്തമായ വിഹായസിൽ താൻ പറക്കുന്നതിനെ കുറിച്ച് നിരന്തരം സ്വപ്നം കാണുന്നത് പോലെ ഓരോ മനുഷ്യനും തന്നിൽ നിന്ന് പുറത്തു കടന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകത്ത് വ്യാപരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഏത് ജീവിതാവസ്ഥയിൽ നിന്നാണെങ്കിലും. ഒരുപക്ഷെ അത് ഇപ്രകാരം അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. എങ്കിലും അയാളുടെ പ്രവൃത്തികളിലും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെ ചിന്തകളിലും അയാളായിരിക്കുന്ന ഒരു തടസ്സത്തിൽ നിന്ന്, ഒരു കുടുക്കിൽ നിന്ന് പുറത്തു കടക്കാനായി അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആന്തരികമായി പ്രചോദനം എന്തിനുള്ളതാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണമെന്നില്ല. ഒരു ഭൗതിക ലോകത്തിന്റെ സാധാരണ പ്രശ്നമായിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുക. അത് പരിഹരിച്ചു കിട്ടാൻ, അതിന് പുറത്തു കടക്കാൻ നിരന്തരം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ജീവിതം തന്നെ മുന്നേറുന്നത്. ജീവിതം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഈ സ്വതന്ത്രമായ വികായസിൽ നമുക്ക് പറക്കാനാകുക എന്നും തിരിച്ചറിയാൻ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കഴിയും. കുർബാനയിലൂടെ മാത്രമേ നമുക്ക് കൗദാശികമായി ഇത്തരം ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. കൗദാശിക അനുഭവം എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് ജീവിതത്തെ മുഴുവനായും ദൈവകൃപയുടെ കാണപ്പെടാത്ത ഒരടയാളവുമായി കൂട്ടിച്ചേർത്ത് അനുഭവിക്കാനാണ്. ഭൗതിക ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് പുറത്തു കടക്കാനുള്ളതാണ് എന്നതിനർത്ഥം ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. സങ്കീർത്തനം 31:5 സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. നമ്മിൽ നിന്ന് പുറത്തു കടത്തി ദൈവികമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എടുത്തു വയ്ക്കാൻ നിരന്തരം നാം ശ്രമിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും. അതിന് മതവർണ്ണ ജാതി ഭേദം ഒന്നുമില്ല. എല്ലാ മനുഷ്യനും അവനവന്റെ ഈ പരിമിതിയെ മറികടക്കാനുള്ള ശ്രമമുണ്ട്. കടന്നു പോകേണ്ടവരാണ് നമ്മളെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. ആ കടന്നുപോകൽ എവിടേക്കാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങളും ചിന്താ പദ്ധതികളും ഒക്കെ നാം സ്വീകരിക്കുന്നുണ്ടാകാം. പക്ഷെ ആത്യന്തികമായ ലക്ഷ്യം നമ്മെ തന്നെ കൈവിടുക എന്നുള്ളതാണ്. കാൽവരി കുരിശിൽ ഈശോ തന്റെ സഹനങ്ങളുടെ മൂർധന്യത്തിൽ പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ 23:46 നമുക്കത് കാണാം. ജീവിതത്തിന്റെ സഹനങ്ങളുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരാൾ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതിനർത്ഥം ജീവിതം സാർത്ഥകമാകുന്നതും അതല്ലെങ്കിൽ ജീവിതം സ്വതന്ത്രമാകുന്നതും പിതാവിന്റെ കരങ്ങളിലാണ് എന്നർത്ഥം. ഉടയവന്റെ അടുത്തേക്ക് തിരികെ പോകുന്നതിന്, പിതാവിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുന്നതിന് പരമസായുജ്യമായി മനുഷ്യന്റെ ആത്മാവ് തിരിച്ചറിയുന്നുണ്ട്. നാം മാനസികമായി ഈ ലോകത്തിലെ പരിമിതികളെ മറികടക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ സാമാന്യതയുള്ളതാണ്. സാമാന്യമായ ഈ ധാരണയ്ക്കപ്പുറം അറിവിന്റെ തലത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഉന്നതിയാണ് പിതാവിന്റെ കരങ്ങളിലേക്കുള്ള യാത്ര. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണെന്നും നമുക്ക് ചുറ്റുമാണെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് നാം എപ്പോഴും ജീവിച്ചു പോകുന്നത്. ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്കകത്താണ് നാം. അതേപോലെ തന്നെ താനായിരിക്കാനുള്ള എല്ലാ ഷാഢ്യങ്ങളും ഒരു മഹാസഞ്ചയത്തിനകത്തായിരിക്കുമ്പോൾ നിറവേറാൻ കഴിയാതെ പോകുന്നതിന്റെ സമ്മർദ്ദങ്ങൾ ബന്ധങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം പരിമിതമാക്കപ്പെടുന്ന, അവനവനിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന, അവനവന്റെ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും പരിമിതപ്പെട്ടു പോകുന്ന ജീവിതത്തെ അതിൽ നിന്ന് പുറത്തു കടത്താൻ നാം നിരന്തരം ശ്രമിക്കും. പ്രാർത്ഥന വഴി ആവശ്യങ്ങൾ നിറവേറാനായിട്ട് പ്രാർത്ഥിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം അതാണ്. എനിക്ക് ഈ ആവശ്യങ്ങൾ പരിമിതിയാക്കപ്പെടുന്നു, സമ്മർദ്ദമാക്കപ്പെടുന്നു, ഇതൊന്ന് പുറത്തു കടന്നേ മതിയാവും. ആഗ്രഹങ്ങൾ അണമുറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അണമുറിയാത്ത ആഗ്രഹങ്ങൾ നിരന്തരമായി നമ്മെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തു കിടക്കണം. ബുദ്ധൻ പറയുന്നുണ്ടല്ലോ, എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് ഒന്ന് നിയന്ത്രിക്കാനാവുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് പുറത്തു കിടക്കാനാവുക? കേവലാഗ്രഹങ്ങളെ മറികടന്ന് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ എങ്ങനെ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വിവിധ ചിന്താ പദ്ധതികൾ ലോകത്ത് നിലവിലുണ്ട്. പക്ഷെ അവയെല്ലാം പരിമിതമാക്കപ്പെടുന്നു. എവിടെയും ഞാനെന്ന ബോധവും ഒരു മഹാസഞ്ചയമായ മനുഷ്യ സമൂഹത്തിനകത്ത് എൻ്റെ ജീവിതവും തമ്മിൽ ഇണങ്ങാതെ പോകുന്നു, അസ്വസ്ഥമാക്കപ്പെടുന്നു. നിരന്തരം ആന്തരിക സംഘർഷങ്ങളുടെയും ബാഹ്യസമ്മർദ്ദങ്ങളുടെയും ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ തിരികെ ഏൽപ്പിക്കണം. ഞാൻ എൻ്റെതാണെന്ന ബോധത്തിൽ നിന്ന് ഞാൻ എൻ്റെതല്ലെന്നും ഞാൻ നിന്റേതാണ് ദൈവമേ എന്ന് പറയാനും
ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് എന്നെ തന്നെ കൊടുക്കാനും കഴിയുമ്പോഴാണ് കുരിശിൽ യേശു സമർപ്പിച്ചതുപോലെ സമ്പൂർണമായ ഒരു അർപ്പണത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഈ സമർപ്പണത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് ആബേലിൽ കാണാം. ആബേൽ തന്റെ ഉടയവന്റെ പക്കലേക്ക് തനിക്കുള്ളവയൊക്കെ സമർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തിരുവചനം പഠിപ്പിക്കുകയാണ്, തനിക്കുള്ളവയൊക്കെ ആബേൽ ദൈവത്തിന് കാഴ്ചവെച്ചു. കായൻ അങ്ങനെ കാഴ്ചവെക്കുന്നില്ല. കായൻ ഉള്ളതിലൊരു പങ്ക് കാഴ്ചവെക്കുന്നു. ഈ പങ്ക് കാഴ്ചവെക്കുന്ന കായന്റെ ബലികളിൽ ദൈവം സംപ്രീതനാകുന്നില്ല. ദൈവം സംപ്രീതനാകുന്നത് ആബേലിന്റെ ബലിയിലാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ആടിന്റെ ഗന്ധം ആസ്വദിച്ചപ്പോൾ ദൈവം സംപ്രീതനായെന്നാണ്. ദൈവം ആടിന്റെ ഗന്ധമല്ല അവിടെ ആസ്വദിക്കുന്നത്. ദൈവം ആസ്വദിക്കുന്നത് ഒരു മനുഷ്യൻ അവനവനെ തന്നെ പൂർണ്ണമായി കൈവിടുന്നു, തനിക്കുള്ളതൊന്നും തൻ്റെതല്ലെന്നും ഉടമാവകാശം ദൈവത്തിൻ്റെതാണെന്നും ഏറ്റുപറയുന്ന ആബേലിന്റെ മനോഭാവം ദൈവസന്നിധിയിൽ പ്രീതികരമാക്കപ്പെടുന്നു. അങ്ങനെ ദൈവം ആബേലിൽ പ്രീതിയാകുന്നത് കായന് സഹിക്കുന്നില്ല. അതിന് കാരണം കായൻ എപ്പോഴും ഈ സമ്മർദ്ദത്തിനകത്താണ്. കായന്റെ പ്രശ്നം, കായൻ തനിക്കുള്ളവയും തൻ്റെതെന്ന് കരുതുന്നവയും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് സ്വയം അർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ അർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം പഠിപ്പിക്കും, നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയാണ് യഥാർത്ഥമായ ആരാധന. ആ ആരാധന നടക്കുമ്പോൾ മാത്രമേ നല്ലതും ഉചിതവും പ്രീതികരവുമായതെന്തെന്ന് നമുക്ക് ബോധ്യമാകും. 2-ാം തിരുവചനം അത് പറയുന്നുണ്ട്. ഈ നല്ലതും ഉചിതവും പ്രീതികരവുമായത് ദൈവത്തിലേക്കുള്ള അർപ്പണമാണ്, സ്വയം ആരാധനയായിട്ട് മാറലാണ്. ഞാൻ എന്നെ തന്നെ കൈവിട്ട് ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ എനിക്ക് എപ്പോൾ കഴിയുമോ അപ്പോൾ ഞാൻ എൻ്റെ പരിമിതികളിൽ നിന്ന് പുറത്തു കിടക്കുകയാണ്. ഞാൻ എൻ്റെതാണെന്നും ഞാൻ തന്നെയാണെന്നും ഞാൻ എന്നിൽ തന്നെയാണെന്നും ഒരാൾ ശഠിക്കുന്നിടത്ത് ഈ ഭാരങ്ങളെല്ലാം അയാളെ മൂടും. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവനവൻ തന്നെ എന്ന ബോധവും ഈ സമൂഹവുമായുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപജയങ്ങളുമൊക്കെ അയാളെ മൂടിക്കളയും. അങ്ങനെ മൂടിക്കളയുമ്പോഴാണ് മനുഷ്യൻ നിരാശനായിട്ട് മാറുക. ജീവിതം അർത്ഥശൂന്യമായിട്ടും വ്യർത്ഥമായിട്ടും ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവയൊക്കെ താൽക്കാലികങ്ങളായിട്ടും നാം തിരിച്ചറിയുന്ന അവിടെയാണ്. നാം അനുഭവിക്കുന്ന ഒരനുഭവം മോശമല്ല. നമ്മെ നാമാക്കുന്നത് നാം അനുഭവിച്ച ദുരിതാനുഭവങ്ങളാണ്. കഷ്ടതകളും വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നാം കടന്നു വന്നത്. അതുകൊണ്ടാണ് ഞാനായിരിക്കുന്നതും നിങ്ങളായിരിക്കുന്നതും. നമ്മളായിരിക്കുന്നതിന്റെ പിന്നിൽ ഈ ജീവിതം വെച്ച് നീട്ടുന്ന കൈപ്പേറിയ അനുഭവങ്ങളുണ്ട് എന്ന കാര്യം പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഓരോ അനുഭവവും നമ്മോട് പറയുന്നത്, നീ ദൈവത്തിന് ആരാധനയായിട്ട് മാറൂ, സ്വയം ഉപേക്ഷിക്കൂ, അവനവനെ നഷ്ടപ്പെടുത്തി അവരന് വേണ്ടി ആയിത്തീരൂ, അങ്ങനെ മോചിതനാകുമെന്നാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. നമ്മെ സ്നേഹിക്കുന്നവർ സ്നേഹത്തിന് വേണ്ടി നമ്മളിൽ നിന്ന് ശാഠ്യം പിടിച്ച് അവരെ സ്നേഹിക്കണമെന്ന് അവർ പറയുന്നതിന്റെ പിന്നിലുള്ളത് അവരുടെ സ്വാർത്ഥതയാണെന്ന് നമുക്ക് സാമാന്യമായി പറയാം. പക്ഷേ അതിനകത്ത് ഇങ്ങനൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കൂ, അങ്ങനെ നീ സ്വതന്ത്രനാവും. ഓരോ സാഹചര്യവും ഓരോ കഷ്ടതയും ഞെരുക്കവും ദുരന്തവും ദുരിതവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഈ ജീവിതം എങ്ങനെയാണ് ദൈവാരാധനയാക്കി മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങളാണ്. തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് നാം ഈ പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകുന്നു. പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് പോലെ യേശുവിടെ വാക്കുകേട്ട് അവന്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടാനാവാതെ നാം ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. അങ്ങനെയാണ് സംസാര ലോകം നമുക്ക് അപകടകരമായ ആഴിയായിട്ട് മാറുന്നത്, അലകടലായിട്ട് മാറുന്നത്. അതിന്റെ നടുവിൽ നാം നഷ്ടപ്രജ്ഞരും അസ്തപ്രജ്ഞരുമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ആലോചന വേണം. ഈ ആലോചന എന്തിനാണ്? ജീവിതം ഒരു ദൈവാരാധനയായിട്ട് അർപ്പിക്കാനുള്ളതാണ്. ദൈവകരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നാം സ്വസ്ഥത പ്രാപിക്കുക. ആത്മീയത എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തെ ദൈവോന്മുഖമാക്കി പരിവർത്തിപ്പിക്കലാണ്, അവരോന്മുഖമാക്കി പരിവർത്തിപ്പിക്കലാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും ഉള്ളൊഴിഞ്ഞ് എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ പ്രതി അർപ്പിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിമോചിതാവസ്ഥ എനിക്കുണ്ടാകുക. ഞാൻ ഇത്രയേറെയൊക്കെ പറഞ്ഞത് കുർബാനയ്ക്കകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. പരിശുദ്ധ കുർബാനയ്ക്കകത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുയാഗത്തോട് ചേർത്ത് ക്രിസ്തു എപ്രകാരമാണ് പിതാവിന്റെ കരങ്ങളിലേക്ക് ബലിയായി മാറുന്നത്, ആ ബലിയുടെ ഭാഗമായിട്ട് മാറാനാണ്. ഞാനായി തന്നെ നിൽക്കാനല്ല, ഞാൻ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തോടെ എന്നെ തന്നെ പിതാവിന് ഒരു ആരാധനയായിട്ട് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ആരാധന ജീവാർപ്പണത്തിൻ്റെതാണ്. ആ ജീവാർപ്പണത്തിന്റെ വേദിയിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ എടുത്തു വെക്കുകയും എൻ്റെ ജീവിതത്തെ മുഴുവൻ ഇങ്ങനെ ദൈവാരാധനയായി മാറാൻ സമ്പൂർണ്ണ മനസ്സമ്മതത്തോടെ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ ദൈവൈക്യത്തിലേക്ക് എന്നെ നയിക്കുക. അതാണ് ബലിയർപ്പണം, കുർബാന സ്വീകരണത്തിലേക്ക്, ഒരു മഹാവിരുന്നിലേക്ക് എന്നെ നയിക്കുന്നതിന്റെ അനുഭവത്തിൽ എന്നെ കൊണ്ടെത്തിക്കുക. ഇങ്ങനെ ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുർബാന ഒരു ചടങ്ങായി മാറി നിൽക്കും. ആരാധന ഇല്ലാതെ അത് ഒരു പ്രഹസനമായിട്ട് മാറും. പലപ്പോഴും പരിശുദ്ധ കുർബാനയിൽ നാം നേരിടുന്ന ഒരു പ്രതികൂലം അതാണ്. എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇടമായിട്ട് ഞാൻ കുർബാനയെ കാണുന്നു. എൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനിടമായിട്ട് ഞാൻ കുർബാനയെ കാണുന്നു. ഞാനായിരിക്കാൻ
എൻ്റെ അഭിമാനം, എൻ്റെ ജീവിതം എന്നത് കരിപ്പിടിപ്പിക്കാൻ, ജീവൻ സുരക്ഷിതമാക്കാൻ ഞാൻ പരിശുദ്ധ കുർബാനയെ കാണുന്നു. അതുകൊണ്ട് കുർബാനയ്ക്കകത്ത് നിന്നും ഞാൻ ആർജിക്കേണ്ട ഫലം എനിക്ക് ആർജിക്കാൻ കഴിയാതെ പോകുന്നു. അഥവാ ഈ സായുജ്യ പദത്തിലേക്ക്, ഒരു വിടുതൽ അനുഭവത്തിലേക്ക്, വിമോചിതാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ പറഞ്ഞല്ലോ ആബേലിന്റെ കാഴ്ചവെപ്പിനെ കുറിച്ച്. ജീവിതം ഒരു കാഴ്ചവെപ്പാണ്. ജീവിതം അവനവന് പൊതിഞ്ഞു സൂക്ഷിക്കാനുള്ളതല്ല, അത് കൊടുത്തു തീർക്കാനുള്ളതാണ്. ആത്മീയതയുടെ അടിസ്ഥാന തത്വം അതാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും അവരന് വേണ്ടിയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് ആത്മീയത. ഞാൻ എനിക്ക് വേണ്ടിയാണെന്ന് കരുതുന്നിടത്തൊക്കെ ഞാൻ ഭൗതികനായി മാറുന്നു. ദേവാലയത്തിനകത്തിരുന്ന് നാം നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം കരുതുന്നത് നാം ആത്മീയരാണെന്നാണ്. വാസ്തവത്തിൽ നാം ആത്മീയരല്ല, അവിടെ ഭൗതികരാണ്. അതേസമയം പാടത്ത് പണിയെടുക്കുന്ന, ഖനികളിൽ പണിയെടുക്കുന്ന, റോഡുകൾ നന്നാക്കുന്ന, ജീവിതം മുഴുവൻ വെയിൽ കൊള്ളുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യൻ ആ അധ്വാന വേളയിൽ തന്നെത്തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അയാൾ ആത്മീയനായിട്ടാണ് ജീവിക്കുന്നത്. അയാൾ അത് തിരിച്ചറിയുന്നില്ല. അയാൾ കരുതുന്നത് അയാൾ കേവലം ഒരു ഭൗതിക ജീവിയല്ലേ എന്നാണ്. വാസ്തവത്തിൽ ഓരോ ജീവിതത്തിനും അർത്ഥമുണ്ട്. ആ അർത്ഥം ഇപ്രകാരം വിഭജിച്ചു കൊടുത്ത് അവരന് ഭക്ഷണമായി സായുജ്യബോധത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ജീവിതത്തെ ബലിവേദിയിൽ ക്രിസ്തുയാഗത്തോട് ചേർത്ത് വെച്ച് അനുഭവിക്കാനാണ് കൗദാശികമായിട്ട് നാം വിളിക്കപ്പെടുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാഴ്ചവെപ്പ്. അത് എന്ത് കാഴ്ചവെക്കണം, എങ്ങനെ കാഴ്ചവെക്കണം എന്നതിനെക്കുറിച്ച് പ്രതീകങ്ങളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കുർബാനയെ സംബന്ധിച്ച മുൻഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ പ്രതീകങ്ങളിൽ കാഴ്ചവെപ്പ് ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ആബേലിന്റെ കാഴ്ചവെപ്പ്, അബ്രഹാമിന്റെ കാഴ്ചവെപ്പ്, മകനെ കാഴ്ചവെക്കുന്നത്, അതേപോലെ നിരവധിയായ കാഴ്ചവെപ്പ് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈ കാഴ്ചവെപ്പ് അനുഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറാനുള്ള മുന്നാസ്വാദനങ്ങളാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പഴയ നിയമ ഭാഗത്ത് നാം കാണുന്ന ഈ അർപ്പണങ്ങൾ പരിപൂർണമാക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. ആബേൽ തനിക്കുള്ളവ കാഴ്ചവെച്ചപ്പോൾ ക്രിസ്തു തനിക്കുള്ളവയും തന്നെയും ദൈവത്തിന്റെ കരങ്ങളിൽ കാഴ്ചവെച്ചു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 16:24 ഡിനേ ഹിംസെൽഫ്, അവനവനെ തന്നെ ഉപേക്ഷിക്കുക. അങ്ങനെ സ്വയം ഉപേക്ഷിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക. അങ്ങനെ എന്റെ പിന്നാലെ യാത്രയാകുന്ന ഒരുവിന് മാത്രമേ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്താൻ പറ്റൂ. ഞാനാണ് പിതാവിലേക്കുള്ള വഴി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. വഴിയും സത്യവും ജീവനുമായവനെ കുറിച്ച്. സത്യം എന്നതിന് അവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, അത് ഒരു യുക്തിയാണ്, കാരണമാണ്. ആ കാരണം സമ്പൂർണമായ ഒരു അർത്ഥത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമാർത്ഥം. അത് തിരിച്ചറിയുമ്പോഴാണ് കാഴ്ചവെപ്പ് കുറച്ചുകൂടി മെച്ചപ്പെട്ട അനുഭവമാക്കി മാറ്റാൻ നമുക്ക് പറ്റുക. നാം ഇന്ന് കാഴ്ചവെപ്പിന്റെ സമയത്ത് സാധാരണഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമായിട്ട് കാണാം. ആ പാട്ടിനൊത്ത് പോകുന്നവരുണ്ട്, പള്ളിയിൽ നടക്കുന്ന കാഴ്ചവെപ്പ് ഒക്കെ നോക്കിക്കണ്ടുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് ആ സാഹചര്യത്തെ എടുക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് ഇത് എന്നെ തന്നെ അർപ്പിക്കാനുള്ള വേദിയാണെന്നും എനിക്ക് എന്നെ തന്നെ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ചേർത്ത് വെക്കാനുള്ള അവസരമാണെന്നും തിരിച്ചറിയാതെ പോകുന്നു. കുർബാന അനുഭവമാകാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, അതിന് ജീവിതത്തിന്റെ ഒരു ബാക്കപ്പ് ഇല്ലാണ്ട് പോകുമ്പോഴാണ്. എൻ്റെ ജീവിതം പിതാവിനുള്ള ആരാധനയാണെന്ന് ഞാൻ തിരിച്ചറിയുകയും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനുള്ളതാണെന്നും ഞാൻ ബോധ്യപ്പെടുകയും ചെയ്താൽ നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി ആനന്ദകരമായിട്ട് മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്, പഴികൾ കേൾക്കുന്നുണ്ട്, അപമാനം ഏൽക്കുന്നുണ്ട്, ജീവിതത്തിൽ നമ്മെ തന്നെ മുറിച്ചു വിളമ്പുന്ന നിരവധിയായ അനുഭവങ്ങൾ നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവിതത്തിലുണ്ട്. നിഷേധിക്കാനാവാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ പിതാവിനുള്ള ഒരു ആരാധനയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാതിപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. എന്തുകൊണ്ടാണ് സ്വയം കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകാൻ ക്രിസ്തു തയ്യാറാകുന്നത്? താനിങ്ങനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സ്വയം ഏൽപ്പിക്കാൻ പോവാണ്, താൻ അങ്ങനെ ഈ ലോകത്ത് നിന്നും പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ് എന്നുള്ള പരമാർത്ഥം നമുക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ്. അങ്ങനെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന യാത്രയെ, ആ യാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ സംബന്ധിച്ചുള്ള അസ്വസ്ഥതകൾ ഭരിക്കില്ല. ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോവുകയാണ്, പ്രധാനപ്പെട്ട ഒരു ഹിൽ ഏരിയയിലേക്കാണ് പോണേന്ന് ഓർത്ത് വളരെയധികം ക്ലേശകരമായ യാത്രയൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക. അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളവിടെ കീഴടക്കിയ അനുഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേർന്നതിന്റെ സന്തോഷത്തിൽ നമ്മുടെ യാത്രയുടെ പരിമിതികളൊക്കെ നമ്മൾ മറന്നു പോകാൻ, കഷ്ടപ്പാടും വേദനകളും ഒക്കെ നിറഞ്ഞ യാത്ര നമുക്ക് ആനന്ദകരമായിട്ട് മാറുന്നത് എത്തിച്ചേരൽ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. കുർബാനയിൽ നമുക്ക് എത്തിച്ചേരൽ അനുഭവം ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാവാതെ പോകുന്നത് നമ്മുടെ ജീവിതം ഇങ്ങനെ ദൈവാരാധനയാണ് എന്ന കാര്യം നാം തിരിച്ചറിയാതെ പോകുമ്പോഴാണ്. ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അനുഭവവും ദൈവാരാധനയുമായി ചേർത്ത് വെക്കാൻ കഴിയണമെന്നാണ് കുർബാന പഠിപ്പിക്കുന്നത്.
അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം നമ്മുടെ ജീവിതവും ജീവനും ചേർത്ത് വെക്കാൻ നാം വിളിക്കപ്പെടുന്നു. ജീവിതം എന്ന് പറയുമ്പോൾ സമഗ്രമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റണം. ജീവിതത്തിൽ എന്തെല്ലാമാണ് കുർബാനയ്ക്കകത്ത് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകണം. ഇപ്പൊ സംഭവിക്കുന്ന കാര്യം, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാനുള്ള വേദിയായിട്ട് മാറുന്നു. അവിടെ ഈ കുർബാന നമ്മുടെ കാര്യം കാണാനുള്ള ഒരിടമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഒരുവൻ സ്വന്തം ജീവിതം അർപ്പിക്കുന്ന യാഗത്തിനകത്ത് നാം ആവശ്യങ്ങൾ ഉണർത്തുന്നവരായി ചെന്ന് നിൽക്കുന്നു എന്നത് തികച്ചും ക്രിസ്തുവിരുദ്ധമായ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത പ്രവൃത്തിയാണ്. സ്നേഹമാണ് ആരാധനയുടെ പാരമ്യം. എന്നെ സ്നേഹിക്കുന്ന ഒരുവൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരുവൻ, അവനോട് ചേർന്ന് നിൽക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ പ്രാപ്തമാക്കുന്ന ഒരു വേദിയാണ് കുർബാന. എൻ്റെ ജീവിതം ക്രിസ്തു അഭിമുഖമായി മാറാൻ, ക്രിസ്തു അനുരൂപമായി മാറാൻ, എന്നെ തന്നെ മുറിച്ചു വിളമ്പുന്ന ഒന്നായി എൻ്റെ ജീവിതത്തെ മാറ്റി തീർക്കാൻ കരുത്തു പകരേണ്ട കുർബാന കേവല ആവശ്യങ്ങൾ നിറവേറിയെടുക്കാനുള്ള, ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ അർപ്പിക്കുന്നവനായിട്ടല്ല നിൽക്കുന്നത്, ഞാൻ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന ഒരു സദ്യ ഉണ്ണുന്ന ഒരാളായിട്ടാണ്. ഒരു വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിനകത്ത് യഥാർത്ഥത്തിൽ അനുഭവം ഉണ്ടാകുന്നത് അതിൽ പങ്കാളികളായിത്തീരുന്ന രണ്ടുപേർക്ക്. ഒരു വിവാഹവേദിയിൽ അത് പങ്കാളികളായിത്തീരുന്ന രണ്ടുപേർക്കൊഴികെയുള്ളവരുടെ അനുഭവങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഈ രണ്ടുപേർക്കാണ് വിവാഹത്തിന്റെ ആ വേദിയും ആ അനുഭവങ്ങളും ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടതായിട്ട് മാറുക. ബാക്കിയുള്ളവർക്ക് അതിൽ കാഴ്ചകളായിട്ട് മാറാം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ ചാരിതാർത്ഥ്യമുള്ളവരായിട്ട് മാറാം, കേവല സന്തോഷങ്ങളിൽ പങ്കെടുക്കാം, ഭക്ഷണത്തിൽ പങ്കെടുക്കാം. ഇതൊക്കെ ആസ്വദിച്ചു പോകാമെന്നല്ലാതെ അതിനകത്തുനിന്ന് അനുഭവം ഉൾക്കൊള്ളാൻ കഴിയില്ല. അനുഭവം ഉൾക്കൊള്ളാൻ കഴിയുന്ന രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ. അത് ഒരു ജീവിതം പങ്കുവയ്ക്കാൻ തീരുമാനിച്ച രണ്ടുപേർക്കാണ്. ഇങ്ങനെ പങ്കുവെപ്പ് അനുഭവം ഇല്ലാതെ പോകുമ്പോൾ, അർപ്പണബോധം ഇല്ലാണ്ടായി പോകുമ്പോൾ, അതിനകത്ത് എന്താണ് നമുക്ക് വേണ്ടി നൽകപ്പെടുന്നത് അതിന്റെ സമ്പൂർണ്ണ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ടാണ് കുർബാന അനുഭവമായി മാറാത്തത്. കാഴ്ചവെപ്പിന്റെ നേരത്ത് നമ്മളിങ്ങനെ സ്വന്തം ആവശ്യങ്ങൾ പറഞ്ഞും സ്വന്തം കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയും കണ്ണീരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാം അറിയാതെ പോകുന്നത് നമ്മെ അർപ്പിക്കാനുള്ള ഒരു വേദി നാം നഷ്ടപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ യാഗമായി മാറാൻ വിളിക്കപ്പെട്ടതാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ദുരിതപർവങ്ങളൊക്കെ ക്രിസ്തുവിൽ ആരാധനയായി പിതാവിന് സമർപ്പിച്ച് പിതാവിന്റെ സന്നിധിയിൽ മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനും ദൈവൈക്യം പ്രാപിച്ചുകൊണ്ട് കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പിക്കൊടുക്കാനാവും വിധം, മുറിച്ചു കൊടുക്കാനാവും വിധം നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും നമുക്ക് നൽകപ്പെട്ട ഏറ്റവും യോഗ്യമായ, ഏറ്റവും സമ്പൂർണമായ ഒരു ആരാധനയെ കേവലമായ ഒരു ചടങ്ങായി, ഒരു പ്രഹസനമായി, ഒരു ആചാരമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഒരു പ്രാർത്ഥനാ വേളയായി മാത്രം കുർബാനയെ നാം കരുതിപ്പോരുന്നു. അതാണ് കുർബാന അനുഭവമാകാത്തതിന്റെ കാരണം. ഇനി പെട്ടെന്ന് ഒരു ആലോചന നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ, അല്ലെങ്കിൽ പിന്നെ കുർബാനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? സ്വാഭാവികമായ ചിന്ത ഉണ്ടാകുന്നതാണ്. പലരും ചോദിക്കുന്നതാണല്ലോ, പ്രാർത്ഥിക്കുന്ന സ്വന്തം കാര്യം കാണാൻ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്താർത്ഥം? എന്തിനാണ് പിന്നെ ഒരു ദൈവം? എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിത്തരാൻ ഒരാളുണ്ട് എന്ന ബോധ്യമാണ് എനിക്കൊരു ആശ്വാസം. അങ്ങനെ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് കുർബാനയ്ക്ക് പോകുന്നത്. സാമാന്യമായി പറയുന്ന കാര്യമാണ്. ഈ പറയുന്നതിന് തെറ്റ് ഞാൻ പറയുന്നില്ല. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുർബാനയുടെ വേദിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കേവല പ്രതീക്ഷയെ നിങ്ങൾ എത്തിച്ചേരും. കാര്യങ്ങൾ നടക്കും, പരിശുദ്ധ കുർബാന എനിക്കിത് നടത്തിത്തരും, ഈശോ എനിക്ക് നടത്തിത്തരും എന്നൊരു ബോധ്യം വരും. ഈ ബോധ്യം നമുക്കൊരു താൽക്കാലിക ആശ്വാസമാണ്. നിങ്ങൾക്ക് വേണ്ടത് താൽക്കാലിക ആശ്വാസമാണോ യഥാർത്ഥ സൗഖ്യമാണോ? താൽക്കാലിക ആശ്വാസം എപ്പോഴും നമ്മളെ വീണ്ടും ഈ സമ്മർദ്ദത്തിലേക്ക് തള്ളും. നമ്മൾ ഒരു വേദന വരുന്നു, ഒരു ഗുളിക കഴിക്കുന്നു, തൽക്കാലം വേദന മാറുന്നു, വീണ്ടും നമുക്ക് വേദന വരുന്നു, വീണ്ടും ഗുളിക കഴിക്കുന്നു. ഇതൊരു നിരന്തര പ്രക്രിയയായി കഴിയുമ്പോൾ ക്രമേണ ആ ഗുളിക പിന്നെ ഏക്കാതെയാവും. അങ്ങനെയല്ലേ? ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്നു, ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ മരുന്ന് ഏൽക്കാതെ പോകും. പിന്നെ ഹൈ ഡോസിൽ വേണം. അപ്പോഴാണ് നമ്മൾ കുർബാന കുറച്ചും കൂടി എന്തെങ്കിലും പ്രത്യേകതകളത് അനുഭവിക്കാൻ പറ്റുമെന്ന് തേടി നമ്മൾ നടന്നത്. അങ്ങനെയാണ് പല പ്രാർത്ഥനകളും അന്വേഷിച്ച് നമ്മൾ ഓടുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾ പല കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ കുഴപ്പം കൊണ്ടല്ല, കാര്യം അറിയാത്തത് കൊണ്ടാണ്. ഒരു ആവശ്യത്തെ എങ്ങനെ നേരിടണമെന്ന് നാം പഠിക്കുന്നില്ല. ഒരാവശ്യത്തെ എങ്ങനെയാണ് നേരിട്ട് അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുക, ആ ആവശ്യത്തിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുക എന്ന് നാം പഠിക്കുന്നില്ല. നാം ചിന്തിക്കുന്നത് താൽക്കാലികമായിട്ട് ഇത് നേടാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിൽ നിലനിൽക്കാനാണ്. ആ പ്രതീക്ഷയിൽ നമുക്കത് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ അത് ദൈവം നന്നായിട്ടൊക്കെ അംഗീകരിക്കും, സന്തോഷമൊക്കെ നമുക്കുണ്ടാവും, ദൈവത്തിന് നന്ദിയൊക്കെ നമ്മൾ പറയും. ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ലോകത്തെ 800 കോടി മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവരുടെ മാത്രമല്ല, പ്രാർത്ഥിക്കാത്തവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ട്, വിഗ്രഹാരാധന നടത്തുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ട്. അപ്പൊ ആവശ്യങ്ങൾ നിറവേറുന്നതുമായിട്ട് വാസ്തവത്തിൽ കുർബാനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ കുർബാന അങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റത്തിനുള്ള ഒരു വേദിയല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസം ഇതാണ്, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് എനിക്ക് കാര്യങ്ങൾ നടത്തിത്തരും, ഒരു കേവല ആശ്വാസം നല്ലതാണ്. പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരാവശ്യം മുമ്പോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്, അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
എൻ്റെ ദൈവം ഒരാവശ്യം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഞാൻ അതിനെ മറികടന്ന് ജയിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. മാതാപിതാക്കൾ നമ്മളെ വിദ്യാലയത്തിൽ കൊണ്ടാക്കും. എന്തിനു വേണ്ടിയാണ്? പഠിക്കാൻ വേണ്ടിയാണ്. വലിയ സമ്മർദ്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പഠിക്കണം, കഷ്ടപ്പെടണം, അധ്യാപകരുടെ വഴക്ക് കേൾക്കണം, പഠിച്ചില്ലെങ്കിൽ അടി കൊള്ളണം, ഇങ്ങനെ പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. എന്നെ എന്തിനാണ് ഇതിനൊക്കെ കൊണ്ടാക്കുന്നത്? എന്നെ എന്തിനൊന്നും കൊണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തോരം സന്തോഷമുള്ള കാര്യങ്ങൾ ലോകത്തുണ്ട്, എനിക്ക് അതൊക്കെ കിട്ടിയാൽ പോലെ എന്ന് ഏതൊരു കുട്ടിക്കും തോന്നാം. അതുകൊണ്ട് സമ്മർദ്ദമായിട്ട് അനുഭവപ്പെടാം. പക്ഷേ നമുക്ക് അതിജീവിക്കണമെങ്കിൽ നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട്. നാം ശിക്ഷണത്തിലൂടെ അറിവ് നേടേണ്ടതുണ്ട് എന്ന് മാതാപിതാക്കൾക്കറിയാം. അതേപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം നൽകുന്നെങ്കിൽ അതിന് ഒരു ലക്ഷ്യമുണ്ട്. സാക്രിഫിഷ്യലായ ഒരു അർപ്പണത്തിലൂടെ നാം അതിനെ അതിജീവിക്കണം എന്നുള്ളതാണ്. വിമോചനകരമായ മൂല്യം ഒരു അർപ്പണത്തിലൂടെയാണ്, ഒരു ബലിയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരാവശ്യം നമുക്ക് നേരിടുമ്പോൾ ആവശ്യം സ്ഥായിയായി പരിഹരിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് മീതെയായിട്ട് നമ്മൾ മാറണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അത് അർപ്പണത്തിലൂടെ മാത്രമേ സാധിക്കൂ. നിങ്ങൾക്ക് 2 തരത്തിൽ ബലിവേദിയെ സമീപിക്കാം. ഒരാവശ്യം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടാ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. വാസ്തവത്തിൽ അത് അതിനുള്ള വേദിയല്ല എന്നതാണ് ശരി. പക്ഷെ ഒരാൾക്ക് അങ്ങനെയും പറയാം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഒരാവശ്യത്തിന്റെ താൽക്കാലികതയിൽ നിന്ന് ഒരു താൽക്കാലിക മോചനം മാത്രം മതിയോ? അതല്ലെങ്കിൽ നിത്യമായ ഒരു വിജയം വേണോ? നിത്യമായൊരു മോചനമാണ് ആവശ്യമെങ്കിൽ ഒരു ആവശ്യത്തെ നേരിടേണ്ടതിന്റെ ശാസ്ത്രീയ രീതി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആ ആവശ്യത്തെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കണം. ആ ആവശ്യം നിങ്ങളുടെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെ ഒരു ബലിയായി കാഴ്ചവെക്കാൻ പറ്റണം. ജീവിതത്തിൽ നേരിടുന്ന ഓരോ സമ്മർദ്ദവും, ഓരോ ആവശ്യവും, ഓരോ സാഹചര്യവും പിതാവിന്റെ സന്നിധിയിലേക്ക് ആത്മാവിനെ സമർപ്പിക്കാനുള്ള പ്രേരണയാണ് എന്ന വാസ്തവം അറിയണം. അതുകൊണ്ട് ഈ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. സമർപ്പിക്കണമെന്നതിനർത്ഥം പ്രാർത്ഥിക്കണമെന്നല്ല, ഉപേക്ഷിക്കണമെന്നാണ്. ഞാനൊരു സമ്മർദ്ദത്തെ നേരിടുന്നു, ഒരു ആവശ്യത്തെ നേരിടുന്നു. ഈ ആവശ്യം പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഇത് ഒന്നും ചെയ്യാൻ പറ്റിയ ആളല്ല ഞാൻ, ഇതിനെ നേരിടാൻ പറ്റിയ ആളല്ല ഞാൻ, എനിക്ക് കുറവുണ്ട്, ബലഹീനതയുണ്ട്. ഈ സമ്മർദ്ദത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്നല്ല, ഈ സമ്മർദ്ദത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതാവശ്യങ്ങൾ എല്ലാം നിറവേറ്റിത്തരുന്ന ദൈവമാണ്, ഉടയവൻ ദൈവമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ അടിമകളാണ്. അടിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതയാണ്. പരിശുദ്ധമ്മയുടെ ഭക്തരുമാണ് നമ്മൾ. ബൈബിളിന്റെ ഗ്രീക്ക് മൂലത്തിൽ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് ദുലയ്യ എന്നാണ്. ദുലയ എന്ന് വെച്ചാൽ അടിമയായിരിക്കുന്നു. ദൈവത്തിന്റെ അടിമയായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ അടിമകളാവും. ദൈവത്തിന്റെ അടിമയായിരുന്നാൽ ലോകത്തിന്റെ അടിമയാകുന്ന പിന്നെ ഉടയവന്റെ സ്വത്താണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അടിമയായിരിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമല്ല. അടിമ എന്ന് പറയുമ്പോൾ നാം അവകാശ അധികാരങ്ങളില്ലാത്ത ആളാണ്. ദൈവസന്നിധിയിൽ നമുക്ക് അവകാശ അധികാരങ്ങളില്ലല്ലോ. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് ദൈവം നമ്മോട് പറയും. നമ്മൾ പറയും ഞാൻ നിന്റെ അടിമയാണ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, ഞാൻ നിന്റേതാണ് ദൈവമേ എന്ന് പറയാണ് വേണ്ടത്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവം എന്നാണ്, ദൈവം നമ്മുടേതാണെന്ന്. അങ്ങനെ ദൈവത്തെ നമ്മുടെ കക്ഷത്തിനകത്ത് വയ്ക്കാനാണ് നമ്മുടെ ശ്രമം. ദൈവം നമ്മുടെ ദൈവമല്ല, ദൈവത്തിന്റെ നമ്മളാണ്. സകല മനുഷ്യരും സമസ്തവും ദൈവത്തിൻ്റെതാണ്. ഈ ഉടമാവകാശം അംഗീകരിക്കണം. അപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യം നമ്മളെ സമ്മർദ്ദപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഉടയവൻ ദൈവമല്ല എന്ന ചിന്തയാണ്. എൻ്റെ ഉടയവൻ ദൈവമാണെങ്കിൽ എൻ്റെ ആവശ്യം എന്തെന്നറിയുന്നതും അത് നിറവേറ്റുന്നതും ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നതും ഒക്കെ ദൈവമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് എൻ്റെ ഈ ആവശ്യത്തെ, ഞാൻ നേരിടുന്ന സമ്മർദ്ദത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എനിക്കതിൽ നിന്ന് വിമോചനം നേടാനുള്ള ഒരു പ്രവൃത്തി. ദൈവം ഉടയവനും നമ്മൾ അടിമയും, അങ്ങനെ നിലയ്ക്ക് 2 വ്യക്തികളാണെന്നുള്ള സങ്കല്പിക്കും. നമ്മളൊരിടത്ത് പോവാണ്. നമ്മളൊരിടത്ത് പോകുമ്പോൾ അവിടെ പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് ആരെടുക്കും? ഉടയവൻ എടുക്കുമോ അടിമ എടുക്കും? ഉടയവൻ ടിക്കറ്റ് എടുക്കും, അടിമ കൂടെ പോകും. നമ്മളൊരു ടീ ഷോപ്പിൽ കയറി ചായ കുടിക്കാനിരുന്നു. വിഭവങ്ങളൊക്കെ മുമ്പിൽ നിരുന്നു. എന്ത് കഴിക്കണമെന്ന് ആര് തീരുമാനിക്കും? അത് ഉടമ തീരുമാനിക്കും. അല്ലെങ്കിൽ ഉടമ നമുക്ക് ചോയ്സ് തരും, എന്താന്ന് വെച്ചാൽ കഴിച്ചോളാൻ പറയും. ബില്ല് ആര് കൊടുക്കും? അതും ഉടയവൻ കൊടുക്കും. അപ്പോ ഉടയവൻ ഇതെല്ലാം ചെയ്യും എന്നെനിക്ക് ബോധ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്നെ തന്നെ കൈവിടണം. എൻ്റെ ജീവിതം എൻ്റെതല്ലെന്നും അത് നിന്റെ പദ്ധതിയാണെന്നും നിന്റെ ഇഷ്ടമാണെന്നും നിന്റെ ഉടമാവകാശത്തിലാണെന്നും
ഞാൻ ഹൃദയം കൊണ്ട് പറയാൻ തീരുമാനിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധമായ ഒരു ബലിയായിട്ട് മാറുക. വിശുദ്ധമാകുക എന്ന് വെച്ചാൽ ഞാൻ എന്നിൽ തന്നെ നിന്ന് മോചനം നേടുന്ന കാര്യമാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ലോകവുമായുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ ലോക സാമാന്യതയുമായുള്ള ബന്ധം. ലോകത്തിലെ വസ്തുക്കളുമായിട്ട് മനുഷ്യരായിട്ടുള്ള ബന്ധമല്ല, ലോക സാമാന്യതയായിട്ടുള്ള ബന്ധമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ലോക സാമാന്യതയ്ക്ക് അതീതമായി ദൈവേഷ്ടത്തിലേക്ക് ഒരാൾ നിലകൊള്ളുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിന്റെയാണ് ഞാൻ ദൈവമേ, അതുകൊണ്ട് ഈ പ്രശ്നവും നിന്റെയാണ്, ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞാൻ എൻ്റെ ഭാരത്തിൽ നിന്ന് മോചനം നൽകാം. പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെപ്പിൽ അപ്പത്തോട് ചേർത്ത് ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റണം. ഇത് നടത്തിത്തരണമേ എന്നല്ല, ഈ സാഹചര്യങ്ങളെ, ഈ സമ്മർദ്ദത്തെ, ഈ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതം എൻ്റെ സ്വന്തമല്ല, നിന്റെ പദ്ധതിയാണ്, ഇത് നിന്റേതാണ് ദൈവമേ. നീ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ മുറിച്ചു വിളമ്പാൻ തന്നിട്ടുള്ള അവസരമാണ്. എന്നെ അത് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ മുറിച്ചു വിളമ്പാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പങ്കിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റും. പിതാവിന്റെ കരങ്ങളിലേക്ക് സ്വയം ഉപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിൽ മാത്രമേ അത് സാധ്യമാകൂ. യേശുവിന്റെ ശരീരമാകാൻ പോകുന്ന അപ്പത്തോട് ചേർത്ത് ഞാൻ എന്നെ തന്നെ കാണുന്നു, അങ്ങനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇനി ഇത് മാത്രമല്ലല്ലോ, നമുക്ക് നിരവധിയായ ആഗ്രഹങ്ങളില്ലേ. നമ്മുടെ ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ പോലെ തന്നെ ആഗ്രഹങ്ങളുണ്ട്. നിരന്തരമായി നമ്മെ വേട്ടയാടുന്ന ആഗ്രഹങ്ങൾ. ലോകം പ്രത്യേകിച്ചും കമ്പോള വ്യവസ്ഥിതി ആർത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിലാഷ നിർമ്മാണമാണ്. നിരവധിയായ വസ്തുക്കളും നിരവധിയായ സുഖഭോഗങ്ങളും പുതിയ ലോകക്രമങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പരസ്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വസ്തുക്കളെ സംബന്ധിച്ച ആഗ്രഹങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിൽ പ്രശസ്തി നേടണമെന്ന ആഗ്രഹം ഉണ്ടാകാം, സമ്പത്തുണ്ടാകണമെന്ന ആഗ്രഹം ഉണ്ടാകാം. അങ്ങനെ നിരവധിയായ ആഗ്രഹങ്ങൾ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ വ്യക്തിയും ആഗ്രഹമുള്ളവരാണ്. ആഗ്രഹം നമുക്ക് കൈപിടിയാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ്. ആഗ്രഹം നിരന്തര പ്രവാഹം പോലെയാണ്. നമുക്കത് ഉപേക്ഷിച്ച്, ഒരാഗ്രഹം ഉപേക്ഷിച്ച് വേറൊന്ന് വരും. അതല്ലാതെ എന്നേക്കുമായി അതിൽ നിന്ന് വിടുതലുണ്ടാവില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ ചോദിച്ചു വാങ്ങുന്നതാണോ, പിതാവിൻ്റെ സന്നിധിയിൽ ഉപേക്ഷിക്കുന്നതാണോ യഥാർത്ഥത്തിൽ കരണീയമായിട്ടുള്ളത്? നമ്മൾ ദൈവത്തിൻ്റെതായിരിക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസമക്ഷം കയ്യേൽപ്പിക്കുകയാണ് വേണ്ടത്. ദൈവമേ അത് തരണമേ എന്ന് പറയുന്നതിനേക്കാൾ, ദൈവമേ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നിനക്കുചിതമായത് ചെയ്യാം, ഇതെൻ്റെ ആഗ്രഹമാണ്, ഞാനത് ഉപേക്ഷിക്കുന്നു നിന്റെ കരങ്ങളിൽ, നിനക്കുചിതമായത് ചെയ്യാം. എൻ്റെ ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഇവയൊക്കെയാണ്, നിനക്കുചിതമായത് ചെയ്യാം. എൻ്റെ ആഗ്രഹങ്ങൾ ഇവയൊക്കെയാണ്, ഉചിതമായത് നിനക്ക് ചെയ്യാം, ഞാൻ അവയെ രണ്ടും കൈവിടുന്നു. ഇപ്പോ ഞാൻ സ്വതന്ത്രനാവാം. അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് ഞാൻ എൻ്റെ ജീവിതം അർപ്പിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെയും എൻ്റെ ആഗ്രഹങ്ങളെയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ അർപ്പിക്കുമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന പ്രതികൂലങ്ങളെയും എൻ്റെ ഭാവി എൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന അരക്ഷിതാവസ്ഥയെയും ഞാൻ കൈവിടുന്നു, ഞാൻ വിമോചിതനാകുന്നു. എൻ്റെ ദൈവം തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന ബോധ്യത്തിൽ, എൻ്റെ ഉടയവനാണ് അവിടെ എന്ന ബോധ്യത്തിൽ യേശുവിൽ ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു. ഇത് യേശുവിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. കാരണം യേശു മാത്രമാണ് അങ്ങനെ സമ്പൂർണമായി അർപ്പിച്ച ഒരാൾ. പിതാവിന്റെ സന്നിധിയിൽ തന്നെ തന്നെ സമ്പൂർണമായി അർപ്പിച്ച, ദൈവേഷ്ടം നിറവേറ്റിയ ഒരാൾ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ സഭയിൽ. അതുകൊണ്ട് അപ്പത്തോട് ചേർത്ത് നമ്മെ അങ്ങനെ മുഴുവനായും വിട്ടുകൊടുക്കാൻ, ദൈവേഷ്ടത്തിന് വിധേയപ്പെടുത്താൻ, അവിടുത്തെ ഉടമാവകാശം ഏറ്റുപറഞ്ഞ് ദൈവകരങ്ങൾ തിരികെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും? നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ്, ശരീരം, മനസ്സ്, നമ്മുടെ ജീവിതം ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റണം. ഇനി വേറൊരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ നമ്മുടെ പാപാവസ്ഥ ഉണ്ട്. അതെങ്ങനെ ദൈവത്തിന് കൊടുക്കാം? പാപം ദൈവം ഏറ്റെടുക്കുമോ? പാപം ദൈവം ഏറ്റെടുത്ത് നമ്മെ ശുദ്ധീകരിക്കുമോ? നമ്മുടെ പാപങ്ങളെയും നമുക്ക് പറയാൻ പറ്റണം. പാപാവസ്ഥകളുണ്ട്, നമ്മുടെ കുറവുകളും അയോഗ്യതകളും ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുറവുകളും പോരായ്മകളും വെളിപ്പെടും. അവയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ഒരു തള്ളപ്പശു കുഞ്ഞിനെ പ്രസവിച്ച് അതിന്റെ അഴുക്കുകളൊക്കെ എടുക്കുന്നത് പോലെ, നക്കി തുളച്ച് വൃത്തിയാക്കുന്നത് പോലെ നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരാളാണ് ദൈവം. യേശുക്രിസ്തുവിന്റെ രക്തം വഴി നമുക്ക് ശുദ്ധീകരണം അവിടെ തന്നിട്ടുണ്ട്. എങ്കിൽ നിത്യമായി ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുന്നുണ്ട്. രക്ഷാകരമായ കൂദാശയാണ്. രക്ഷയുടെ കൂദാശയ സഭയിൽ
വിശ്വാസം ആഘോഷിക്കപ്പെടുന്ന വേദിയിൽ അപ്പത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെ, നമ്മുടെ കുറവുകളെ, അയോഗ്യതകളെ എല്ലാം നമുക്ക് അർപ്പിക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ കുറവുകളും നമുക്ക് അർപ്പിക്കാൻ പറ്റണം. ഇനിയും ശേഷിക്കുന്ന നമ്മുടെ ബലഹീനതകളാണ്. എത്രയൊക്കെ നന്നാകാൻ തീരുമാനിച്ചാലും നമുക്ക് തന്നെ അറിയാം, അടുത്ത നിമിഷം തെറ്റിപ്പോകുന്നവരാണ് നമ്മൾ. ബലഹീനാവസ്ഥകൾ നമുക്കുണ്ട്. ശരീരത്തിന്റെ ബലഹീനതകൾ, നമ്മുടെ മനസ്സിന്റെ ബലഹീനതകൾ, നിരവധിയായ കുറവുകൾ നമുക്കുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് പറയാം, കോപാവസ്ഥ നമുക്കുണ്ട്, അസൂയ നമുക്കുണ്ട്, അസ്വസ്ഥത നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതെവിടെയാണ് നമ്മൾ അർപ്പിക്കുക? അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ, വ്യക്തിത്വത്തിന്റെ ഭാഗമായ, ബന്ധങ്ങൾക്ക് തടസ്സമാകുന്ന നമ്മിലുള്ള എല്ലാ ബലഹീനതകളെയും, പലതരം ബലഹീനതകൾ വേട്ടയാടുന്നുണ്ട് തന്നെ, ആ ബലഹീനതകളെയും അപ്പത്തോട് ചേർത്ത് കാഴ്ചവെക്കണം. അങ്ങനെ ബലഹീനതകളെ മാറ്റിത്തരണമേ എന്നല്ല, ആ ബലഹീനതകൾ, ഇതാണ് ഞാനിങ്ങനെ കോപിച്ചു പോകുന്നു, എൻ്റെ കോപം നിന്റെ കരങ്ങളിലേക്ക്, ആസക്തികൾ എന്നെ മൂടുന്നു, ആസക്തികളുടെ ബലഹീനത നിന്റെ കയ്യിലേക്ക്, പലതരത്തിൽ ഞാൻ ഈ ലോകത്ത് പ്രലോഭിതനാകുന്നു, ആ പ്രലോഭിതാവസ്ഥകളൊക്കെ നിന്റെ കരങ്ങളിലേക്ക്, ഞാൻ അശക്തൻ, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, പിതാവേ ആ ശരീരത്തോട് ചേർത്ത് എൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും, നിങ്ങൾക്ക് ഇന്നുവരെ പരിഹരിക്കാൻ കഴിയാത്ത ഏതൊക്കെ തരം ബലഹീനതകളുണ്ടോ ആ ബലഹീനതകളെയും ചേർത്ത് വെക്കാൻ പറ്റണം. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ ജീവിതാവശ്യങ്ങളും ബലഹീനതകളും പാപങ്ങളും കുറവുകളും അയോഗ്യതകളും എല്ലാം ഈ അപ്പത്തോടും വീഞ്ഞിനോടൊപ്പം ചേർത്ത് വെക്കണം. എന്നിട്ട് പറയണം, ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി യാഗത്തോട് ചേർക്കുന്നു, എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ. സാധാരണഗതിയിൽ നാം ചെയ്യാറ്, നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് അർപ്പിക്കും, ജീവിത പങ്കാളിയെ അർപ്പിക്കും, മക്കളെ അർപ്പിക്കും, ലോകത്തുള്ള മദ്യപാനികളെ മുഴുവൻ കൊണ്ടുവന്ന് അർപ്പിക്കും, പല കാര്യങ്ങളും ബലിവേദിയിൽ അർപ്പിക്കും. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല, ഇതൊന്നും നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ല. ജീവിത പങ്കാളി നമ്മുടെ കയ്യിലല്ല, നമ്മുടെ ഉടമാവകാശത്തിന് കീഴിലല്ല, ഇവരാരും നമ്മുടെ ഉടമാവകാശത്തിന് കീഴിലല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ ഉടമാവകാശത്തിന് കീഴിലാണെന്നാണ്. അതുകൊണ്ടാണ് ഭർത്താവ് ഭാര്യയെ ശാസിച്ച് നേരെയാക്കാൻ നോക്കുന്നു, ഭാര്യ ഭർത്താവിനെതിരെ പരാതി പറഞ്ഞ് നേരെയാക്കാൻ നോക്കുന്നു, മക്കളെ ശാസിച്ച് നേരെയാക്കാൻ നോക്കുന്നു. കാര്യം എന്താ? നമ്മുടെ വിചാരം ഇവരൊക്കെ നമ്മുടെ കീഴിലാണെന്നാണ്. ഈ ലോകം നമ്മുടെ കീഴിലാണെന്നോ ഈ ലോകത്തിന്റെ ഉടമകൾ നമ്മളാണെന്നോ നമ്മൾ ധരിക്കുന്നിടത്താണ് ഇതിനെ നേരെയാക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ നമ്മൾ ഏർപ്പെടുന്നത്. അതിനു പകരം ഇവയൊന്നും എൻ്റെ അല്ല, ഇനി എനിക്ക് ചെയ്യാവുന്ന എന്ത് മാത്രമാണ്? ക്രിസ്തു കുരിശിൽ അഖില ലോകത്തിനും വേണ്ടി അർപ്പിച്ചതുപോലെ ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പകരം നിൽക്കാൻ പറ്റും. മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അയൽവാസിക്ക് വേണ്ടി, നമ്മുടെ മുമ്പിൽ പാപികളായും വേദനിക്കുന്നവരായും അതിക്രമം ചെയ്യുന്നവരായും ഒക്കെ കരുതുന്ന സകലർക്ക് വേണ്ടിയും നമ്മളെ അർപ്പിക്കാൻ നമുക്ക് കഴിയും, പകരം നിൽക്കാൻ കഴിയും. അവർക്കൊക്കെ വേണ്ടിക്കൂടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതം ക്രിസ്തു യാഗത്തോട് ചേർത്ത് ഞാൻ അർപ്പിക്കുന്നു. ഇങ്ങനൊരു അർപ്പണം ഈ അപ്പത്തോട് ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാശയായിട്ടില്ല കേട്ടോ, അപ്പത്തോട് ചേർത്ത് അർപ്പിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ്. യേശു തന്റെ ജീവൻ അർപ്പിച്ചു എന്നതിലൂടെയാണ് സ്നേഹം വെളിപ്പെടുത്തുന്നത്. സ്നേഹമാണ് ജീവൻ. നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതാ? ലഹരിയില്ലാത്തതാണ്. നമ്മുടെ സ്നേഹം ലഹരിയില്ല, അതുകൊണ്ടാണ് ആളുകൾ പരാതിപ്പെടുന്നത്. നമ്മുടെ സ്നേഹം അവർക്ക് അനുഭവമാകുന്നില്ല. പരിമിതിയുണ്ട് നമ്മുടെ സ്നേഹത്തിന്. ആ പരിമിതികളൊക്കെയോടും കൂടി നമുക്ക് നമ്മുടെ സ്നേഹത്തെ ഈ വീഞ്ഞിലേക്ക് ചേർത്ത് വയ്ക്കാം. ഒരു തുള്ളി വെള്ളം ചേർക്കുമ്പോൾ പ്രാർത്ഥിക്കാം. വളരെ ശ്രദ്ധയോടെ നിൽക്കണം ബലിവേദിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളോട് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ? കണ്ടിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, കണ്ണ് തുറന്ന് ബലിമേശയിലേക്ക് നോക്കി ബലിമേശയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നോക്കി നിൽക്കണം, വേറെ ഒന്നും ശ്രദ്ധിക്കാതെ. അവിടെ അപ്പവും വീഞ്ഞും ഒരുക്കപ്പെടുമ്പോൾ ഈ കാഴ്ചവെപ്പ് പൂർത്തിയാകും. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഇവയൊക്കെ അർപ്പിക്കണം. അങ്ങനെ അർപ്പിച്ചതിന് ശേഷം കുർബാന പിതാവിന്റെ കരങ്ങളിലേക്ക് പുരോഹിതനിലൂടെ ഉയർത്തപ്പെടുമ്പോൾ, കൗദാശികമായ സത്താ രൂപാന്തരീകരണത്തിലേക്ക് വരുമ്പോൾ, നാം അർപ്പിച്ച നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറും, നമ്മുടെ ജീവൻ യേശുവിന്റെ രക്തമായിട്ട് മാറും. അങ്ങനെ സത്താ രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ ബലിമേശയിൽ ഈ മാറ്റമുണ്ടാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ സമഗ്രമായി മാറ്റമുണ്ടാവും. ഇങ്ങനെ ഒരു കൗദാശികമായ മാറ്റം സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് കാഴ്ചവെപ്പ് അനുഭവമായിട്ട് മാറുക, കുർബാന വിടുതലിന്റെ വേദിയായിട്ട് മാറുക. ചിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നലെ വരെ കാഴ്ചക്കാരായിരുന്ന ബലിവേദിയിൽ, ഇന്നലെ വരെ
ആവശ്യങ്ങൾ ഉന്നയിച്ച് പരാതിക്കാരായി നിന്ന ബലിവേദിയിൽ അർപ്പകരായി നമുക്ക് നിൽക്കാം. ബലിമേശയ്ക്കപ്പുറത്ത് നമുക്ക് വേണ്ടി പകരമായി നിൽക്കുന്ന ശുശ്രൂഷാ പൗരോഹിത്യം പേറുന്ന ആ വ്യക്തിയോട് നമുക്ക് ഇത്തരണത്തിൽ ഒരു നന്ദി ഉണ്ടാവണം. നമ്മെ തന്നെ എടുത്തുയർത്തുകയാണ് സ്വന്തം ജീവിതം പകരമായി വയ്ക്കുന്നതിലൂടെ. അങ്ങനെ പൗരോഹിത്യവുമായി ചേർന്ന് ബലിമേശയിൽ രാജകീയ പൗരോഹിത്യത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു യാഗത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഒരു യാഗത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ, കാഴ്ചവെപ്പ് അർത്ഥപൂർണമായി മാറുന്നുവെങ്കിൽ, നിങ്ങളുടെ ബലിയർപ്പണം നിങ്ങൾക്ക് അനുഭവമായിട്ട് മാറും. കുർബാന എന്തിന് എന്ന ചോദ്യം പിന്നെ ഉണ്ടാവില്ല. അവനവനെ തന്നെ അർപ്പിക്കാൻ, ജീവിതം മുഴുവൻ ബലിയായിട്ട് മാറാൻ, ജീവിതം മറ്റുള്ളവർക്ക് വിരുന്നായി അനുഭവപ്പെടുത്തി കൊടുക്കുന്നവരായി മാറാൻ നമ്മെ ബലപ്പെടുത്തുന്ന കൗതാശികമായ അർപ്പണത്തിൽ നമുക്ക് ആഴത്തിൽ പങ്കുചേരാൻ കഴിയും. ദൈവാനുഭവത്തിന്റെ വേദിയായിട്ട് കുർബാന മാറും. ജീവിതം ദൈവാനുഭവത്തിൻ്റെതായിട്ട് മാറും. അങ്ങനെ ക്രിസ്തു അനുഭവത്തിൽ സമ്പൂർണ്ണത പ്രാപിക്കാൻ കാഴ്ചവെപ്പിന്റെ ബലിവേദിയിലേക്ക്, സ്വയാർപ്പണത്തിന്റെ വേദിയിലേക്ക്, ആത്മാർപ്പണത്തിന്റെ വേദിയിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാം. നമ്മുടെ ഓരോ നിമിഷവും ഓരോ അർപ്പണവും ദൈവകരങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നു. ഹൃദയഭാവം നോക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം നമുക്കുണ്ടാകും. നിങ്ങൾ ചോദിച്ചിട്ടില്ലാത്ത ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറി കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ അയയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകാം. ബലഹീനതകളിൽ നിന്ന് മോചിതരാകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. അവയൊന്നും നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം നിങ്ങൾ ബലിയർപ്പിക്കപ്പെട്ടവരാണ്. പിതാവിന്റെ കരങ്ങളിലേക്ക് ഒരു ആരാധനയായി അർപ്പിക്കപ്പെട്ടവരാണ്. ലാറ്റിൻ ക്രമത്തിൽ പറയുമല്ലോ, ഇൻ ഹിം വിത്ത് ഹിം ത്രൂ ഹിം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങനെ ഒരു ജീവിതം ഏവർക്കും സംരബ്ധമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.